ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ ഇരു മുന്നണികളും ഒരുങ്ങിയെന്ന് പറയേണ്ടി വരും. BJP ആണെങ്കിൽ ഇപ്പോഴും തലപുകഞ്ഞ ആലോചനയിലാണ്. സ്വരാജിലൂടെ BJP വോട്ട് സമാഹരിക്കാൻ CPM-ൽ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നും ആരോപണമുണ്ട്. ഇത്തവണയും CPM-BJP ഡീലിന് അണിയറ നീക്കമെന്നും വാദമുണ്ട്. മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കാഹളം LDF, UDF മുന്നണികൾ ഉയർത്തിയിട്ടും BJP സ്ഥാനാർത്ഥിയെപ്പറ്റി പാർട്ടിക്ക് മിണ്ടാട്ടമില്ലാത്തത് പല രാഷ്ട്രീയ ആരോപണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നിലവിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നും പാർട്ടി മത്സരിക്കേണ്ടതില്ലെന്നുമുള്ള തീരുമാനത്തിലാണ് BJP സംസ്ഥാന നേതൃത്വമുള്ളത്. എന്നാൽ സ്വരാജിനെ CPM പ്രഖ്യാപിച്ചതോടെ അത് BJP വോട്ടുകൾ സമാഹരിക്കാൻ CPM ഇട്ട ചൂണ്ടയാണെന്നും ആരോപണമുയരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്നതിനാൽ CPM-ന് വോട്ട് മറിച്ച് നൽകാൻ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയെന്ന ആരോപണമാണ് മണ്ഡലത്തിൽ ഉയരുന്നത്. ഇത്തവണയും സംസ്ഥാനത്ത് CPM-BJP ഡീലിന് അണിയറയിൽ കളമൊരുങ്ങിയതിന്റെ സൂചനയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും വാദമുയരുന്നുണ്ട്. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ മത്സരിപ്പിക്കുന്നത് സാമുദായിക പ്രാതിനിധ്യം നോക്കിയല്ലെന്നുള്ള വാദവും CPM ഉയർത്തുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം CPM വോട്ടുകൾ BJP-ക്ക് പോയിട്ടുണ്ടെന്നും ഇത്തവണ BJP വോട്ടുകൾ CPM-ലേക്ക് നൽകുമെന്നും വസ്തുതാപരമായ കാരണങ്ങൾ നിരത്തി വാദിക്കാനാകും UDF നീക്കം നടത്തുക. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന RSS-BJP മുദ്രാവാക്യം നടപ്പിലാക്കാൻ CPM-നെ BJP കൂട്ടുപിടിച്ചാലും അത്ഭുതപ്പെടാനില്ല. നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്നാണ് BJP വിലയിരുത്തുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വികാരം അനുകൂല ഘടകമാക്കി കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ BJP കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന് വേദിയാകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പരാജയമെന്നത് BJP-യുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തലുണ്ട്. അതിനാൽ BJP വോട്ടുകൾ കൂട്ടത്തോടെ LDF-ന് മറിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അതിശയമില്ലെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.